നമ്മള് ഇന്നലെ എന്താ പറഞ്ഞത് അല്ലേ? സിമ്പിൾ ആയിട്ട് ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞത്? ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് അയ്യ വി എന്നൊന്നും പറയണ്ടല്ലോ, അതെല്ലാം അറിയില്ലേ അല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഞാൻ പറ ഐ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. എങ്ങനെ പറയും? ഐ ആമൊക്കെ ഞാൻ പറഞ്ഞോ, പഠിച്ചില്ല. ഐ ഇംഗ്ലീഷ് അല്ല, ഐ ടീച്ച് അല്ലേ? ഐ ടീച്ച് എന്ത്? ഇംഗ്ലീഷ്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആള്. പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞാല് സബ്ജക്ട്, ചെയ്യുന്ന ആള്, പ്രവൃത്തി ചെയ്യുന്ന ആള് അല്ലേ? പഠിപ്പിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന ആരാ അവിടെ അല്ലേ? അപ്പൊ സബ്ജക്ട് ആരാ? ഐ. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ടീച്ച്. എന്താ? ആ പ്രവൃത്തിയുടെ റിസൾട്ട് എന്താണ്? ഇംഗ്ലീഷ്. അപ്പൊ ഐ എന്നുള്ളത് സബ്ജക്ട് നമ്മൾ പറയാം, ടീച്ച് എന്നുള്ളത് പ്രവൃത്തി അല്ലെങ്കിൽ വെർബ് എന്ന് പറയാം. ഈ പ്രവൃത്തിയുടെ റിസൾട്ട് എന്താ നോക്ക്. എന്താ പഠിപ്പിച്ചേ? ഇംഗ്ലീഷ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ ഒരു സാധനം കൂടെ പഠിച്ചു. ഇതുവരെ നമ്മൾ സബ്ജക്റ്റും വെർബും പഠിച്ചതായിരുന്നു. ഇപ്പൊ ഈ പ്രവൃത്തിയുടെ റിസൾട്ട് നോക്ക്. ഞാൻ പഠിപ്പിക്കുന്നു എന്ത്? പഠിപ്പിക്കുന്ന എന്താ? ഞാൻ മാങ്ങ തിന്നുന്നു. ഞാൻ സബ്ജക്റ്റ് ആരാ? പ്രധാനപ്പെട്ട ആള് ഞാൻ അല്ലേ? തിന്നുന്നത് എന്താ? പക്ഷെ പ്രവൃത്തി എന്താ? തിന്നുന്നു. എന്നാ തിന്നുന്നേ? അതിന്റെ റിസൾട്ട് എന്നാ? അപ്പൊ മാങ്ങ എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് പഠിച്ചു, വെർബ് പഠിച്ചു, ഒബ്ജക്റ്റും പഠിച്ചു. ഓക്കെ അല്ലേ? ഐ ടീച്ച് ഇംഗ്ലീഷ്. ഈ ടീച്ച് എന്നുള്ളത് എന്താ നമ്മൾ പറഞ്ഞേ? പ്രവൃത്തി അല്ലേ? ഞാൻ പഠിപ്പിക്കുന്നു, ഒരു പ്രവൃത്തി അല്ലേ? ഈ ടീച്ചില് ഒരു സംഭവം ഉണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയിലല്ല എന്തുണ്ടെന്നാ ഞാൻ പറഞ്ഞേ? ടീച്ച് എന്ന പ്രവൃത്തിയില് ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ടീച്ച് എന്ന് പറഞ്ഞാൽ ഡു ടീച്ച് എന്നാണ്. ആ ടീച്ച് എന്നുള്ള ജോലി ചെയ്യണ്ടേ? ഡു ചെയ്യണ്ടേ? ടീച്ചിൽ ഒളിഞ്ഞിരിക്കുന്ന എന്താ? ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് നമുക്ക്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? ചെയ്യുന്നു അല്ലേ? ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആണ്. പറ്റില്ല, ഇല്ല, അല്ല എന്നുള്ളതെല്ലാം നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് നേരെ നെഗറ്റീവിലേക്ക് ആക്കണം. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒളിഞ്ഞിരിക്കുന്ന സംഭവത്തിനെ പുറത്തെടുക്കണം അല്ലേ? ഐ ഡു നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? ഐ ഡു നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഐ ഡു നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. ഈ ഡു നോട്ടിന് പകരം നമുക്ക് ഡോണ്ട് എന്ന് യൂസ് ചെയ്യാം. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട്. ഐ ഡോണ്ട് ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ നെഗറ്റീവ് ആക്കാൻ പഠിച്ചില്ലേ? എന്താ പറ്റിയ? അടുത്തത് ഐ കഴിഞ്ഞാൽ അടുത്ത ആളാരാ? വി അല്ലേ? വി ടീച്ച് ഇംഗ്ലീഷ് അല്ലേ? ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അത് നെഗറ്റീവ് ആക്കി പറഞ്ഞാലോ? ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഈ ടീച്ചിൽ ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്ന എന്താ? വി ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട്. ഡസ് നോട്ട് ആണോ? വി ഡു നോട്ട് ടീച്ച് ഇംഗ്ലീഷ് അല്ലേ? ശരിയല്ലേ? മനസ്സിലായോ? അടുത്തത് ഇതിൽ കൂടുതൽ പറയണ്ടല്ലോ. അടുത്തത് ആരാ? അടുത്ത യു ആണ്. യു ടീച്ച് ഇംഗ്ലീഷ്. യു ടീച്ച് ഇംഗ്ലീഷ്. നിങ്ങള് ഇംഗ്ലീഷ് പഠിക്കും. അത് നെഗറ്റീവ് ആക്കി പറ. യു ഡു നോട്ട് അല്ലെങ്കിൽ യു ഡോണ്ട് ടീച്ച് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അടുത്തതാരാ? യു കഴിഞ്ഞ പിന്നെ അവൻ പഠിപ്പിക്കട്ടെ. അപ്പൊ ഹി ഓക്കെ, ഇവിടെ എല്ലാം ടീച്ച് എന്നാണ്. ഹി വന്നപ്പോ ഹി ടീച്ചസ്. അതിന്റെ കൂട്ടത്തില് ടീച്ച് എന്നുള്ളതിന്റെ കൂട്ടത്തില് എസ് ആണോ? ES കൂടെ ചേർത്തു. കാരണം എന്താ?
കാരണം എന്താ? ഒന്നേ അതുകൊണ്ടാണോ? ഹി എന്ന് പറഞ്ഞാ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളതിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? സിംഗിൾ ആണ്, സിംഗുലർ ആണ് അല്ലെ? ഒരാൾ മാത്രമുള്ളത് സിംഗുലർ ആണ്. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ടീച്ചേഴ്സ്, ഹി വന്നപ്പോ ടീച്ചേഴ്സ് എന്ന് വന്നു. പക്ഷെ ഐ എന്ന് പറഞ്ഞതും ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ടീച്ചർ അല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ ഐക്ക് ഇത് ബാധകമല്ല. ഓക്കെ, ഐക്ക് ഇത് ബാധകമല്ല. യുവും ചിലപ്പോ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. ഒരാളെ മാത്രം നമുക്ക് യു എന്ന് പറയത്തില്ലേ? യുവിനും ഇത് ബാധകമാണോ? അല്ല. പക്ഷെ ഹീന്നും ഷീന്നും ഒക്കെ വന്നാല്, പിന്നെ രമ്യ, രാജൻ, റീന, രമ, അങ്ങനെ ഒരാളെ മാത്രം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂട്ടത്തില് ചിലപ്പോ നമ്മള് എസ് ഇ എസ് ഒക്കെ ചേർക്കേണ്ടി വരും. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്താ? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നത് എന്താ? ഡു ആണോ ഡസ് ആണോ? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡസ് ടീച്ച് എന്നാണ്. ഈ ടീച്ച് എന്ന പ്രവൃത്തി ചെയ്യുക. ഡു ചെയ്യണ്ടേ? ടീച്ച് എന്ന പ്രവൃത്തി ഡസ് ചെയ്യണം അല്ലേ? ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? ഈ ടീച്ചേഴ്സിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നത്? ഡു ആണോ ഡസ് ആണോ? ഡസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയണോ? ഡസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഡസ് ടീച്ച് എന്നാണ്. ഓക്കെ അല്ലേ? ടീച്ച് എന്ന് പറഞ്ഞാലോ? ടീച്ച് എന്ന് പറഞ്ഞാല് ഡു ടീച്ച്. അങ്ങനെയാണ്. ഈറ്റ് എന്ന് പറഞ്ഞാലോ? ഡു ഈറ്റ്. ഈറ്റ്സ് എന്ന് പറഞ്ഞാലോ? ഡസ് ഈറ്റ്സ്. ഡസ് ഈറ്റ്സ് ആണോ? ആണോ? ഡസ് ഈറ്റ്. ഓക്കെ അല്ലേ? വാച്ച് എന്ന് പറഞ്ഞാലോ? ആ പ്രവൃത്തി എന്ത് ചെയ്യണം? അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഡു വാച്ച് എന്നാണ്. വാച്ചസ് എന്ന് പറഞ്ഞാലോ? ഡു ആണോ? ഡസ് വാച്ചസ് ആണോ? ഡസ് വാച്ച്. മനസ്സിലായോ? ഡു ഡസും. അപ്പൊ ഇവിടെ ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കണം. എങ്ങനെ ആക്കും? ഇവിടെ ശ്രദ്ധിക്കും. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് പറ, അതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലെ? അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇല്ല എന്നുള്ള മീനിങ് വരണ്ടേ? എങ്ങനെ പറയും? ഹി ഡു നോട്ട് ആണോ ഡസ് നോട്ട് ആണോ? ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിന്റെ ടീച്ചേഴ്സ് എന്ന് പറയോ? പിന്നെ ഡസ് പറഞ്ഞപ്പോ പിന്നെ ടീച്ചേഴ്സ് എന്ന് വേണോ? ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. അപ്പൊ ഷീ ആണെങ്കിലോ? അടുത്ത ഷീ അല്ലേ? ഷീ ആണെങ്കിലോ? ഷീ അവൾ ഇംഗ്ലീഷ് ആദ്യം പഠിപ്പിക്കട്ടെ. ഷീ ടീച്ചാണോ? ഷീ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ടീച്ചാണോ ടീച്ചേഴ്സ് ആണോ? ടീച്ചേഴ്സ്. ഷീ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഒരാളുള്ളതിന് സിംഗുലർ ആണ് അല്ലെ? സിംഗുലർ. ഷീ ടീച്ചേഴ്സ് എന്ത്? ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അതിന് നമുക്ക് നേരെ തിരിച്ചുള്ള അർത്ഥത്തിൽ അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇല്ല. എങ്ങനെ പറയും? ഷീ ഡസ് നോട്ട് ഇല്ലെങ്കിൽ ഡസിൻറ്റ്. ഡസ് നോട്ട് ടീച്ചേഴ്സ് ആണോ? ഡസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ഡസ് ആക്കിയിട്ടത്. ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അടുത്താരാ? ദേ അല്ലേ? ദേ ആകുമ്പോഴോ? ദേ ടീച്ചേഴ്സ് അല്ലേ? ആണോ? ദേ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? കുറെ പേരുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് വേണോ? ദേ ടീച്ച് ഇംഗ്ലീഷ്. ദേ ടീച്ച് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അത് നേരെ തിരിച്ചുള്ള അർത്ഥത്തിൽ വരണമെങ്കിൽ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇല്ല. അതെങ്ങനെ പറയും? ദേ എന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട്. അപ്പൊ ദേ ടീച്ചറിനേ ഉള്ളൂ. ടീച്ചർ എന്നുള്ളപ്പോ ടീച്ചിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്താ? ടീച്ചിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഡുവും ടീച്ചേഴ്സിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഡസുമാണ്. അപ്പൊ ഇവിടെ ടീച്ചർ തന്നെ ഉള്ളൂ. അപ്പൊ ഡു നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. മനസ്സിലായോ? ഇതെല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മനസ്സിലായില്ലേ? അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. പെട്ടെന്ന് പറ ഇംഗ്ലീഷിലെ. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു.
അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. വേണ്ട, He teaches English. ഹി ടീച്ചാണോ? ഹി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഹി ടീച്ചസ്. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. ബബ്ലു പറ. He does not teach ഹി English. ഡസ് നോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന് കുസു പറ. അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. She does not. വെരി ഗുഡ്, വെരി ഗുഡ്. സിംഗ് പറ. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. They teach English. ഏഹ് They teach English. ദ ടീച്ചാണോ? ദ ടീച്ച് ഇംഗ്ലീഷ് ആണോ? അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. They do not teach English. They do not Teach English. ടീച്ച്. അപ്പൊ ഡൂൺ ഡസ് എവിടെയാ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത് പറഞ്ഞേ? ഈ ടീച്ചിനകത്ത് ഡു ടീച്ചർ ഒളിഞ്ഞിരിക്കുന്നു. ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത്? Does. ഡസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്. ഐ ടീച്ച് ഇംഗ്ലീഷ് അല്ലേ? അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഡു. അപ്പൊ നമ്മൾ ഈ ആദ്യം ഈ ഡൂവിനെ എടുത്തു. ഈ ഡൂവിനെ, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഡൂവിനെ ആദ്യം എടുത്തിട്ട് ഐ ടീച്ച് ഇംഗ്ലീഷ്, ഐ ടീച്ച് ഇംഗ്ലീഷ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, നോക്ക്. ഐ ടീച്ച് ഇംഗ്ലീഷ് എന്നല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്താ? ഡൂവിനെ ആദ്യം എടുത്തു. ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്. അപ്പൊ എന്തായി? ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്. അപ്പൊ എന്തായി? അപ്പം ഒരു ചോദ്യമായി. കണ്ടോ? ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതിനടുത്ത് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് എന്തായി? എന്താ ഇതിന്റെ അർത്ഥം? ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ലേ? അല്ലേ? അല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അല്ലേ? പഠിപ്പിക്കുന്നില്ലേ? അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ കാര്യം എനിക്കറിയില്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കോ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ആരോടാ ചോദിക്കുന്നത്? വേറെ ആരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നോട് തന്നെയല്ലേ? ഞാൻ പഠിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചാല് അങ്ങനെ അപൂർവമായിട്ടല്ല ചോദിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ നിന്നോട് എനിക്ക് ചോദിക്കാം, നീ ഇംഗ്ലീഷ് പഠിപ്പിക്കില്ലേ? ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് ഇത് അങ്ങനെ ചോദിക്കാം ചില സമയത്ത്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? രണ്ടാമത് അതുപോലെ വീരും അങ്ങനെ ചോദിക്കാം. വി ടീച്ച് ഇംഗ്ലീഷ് എന്നല്ലേ? അതിലെന്താ ഒളിഞ്ഞിരിക്കുന്നത് പറഞ്ഞേ? അതിലെന്താ? ഡു വി ടീച്ച് ഇംഗ്ലീഷ്. നമ്മള് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ചോദിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ യു ടീച്ച് ഇംഗ്ലീഷ്. നീ ഇവിടെ നോക്ക്. യു ടീച്ച് ഇംഗ്ലീഷ്. യു ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ? നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലേ? നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. യു ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നീ ഇംഗ്ലീഷ് ഇല്ല, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്താ? അവിടെ ഒളിഞ്ഞിരിക്കുന്ന എന്താ? ഡു ആണ് അല്ലേ? ആ ഡൂവിനെ ആദ്യം എടുത്തിട്ട് ബാക്കി അതുപോലെ എഴുതി. ഡു യു ടീച്ച് ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ മാർക്ക്. ഡു ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. നേരെ അർത്ഥം മാറിയതുണ്ടോ? നമ്മള് ഫസ്റ്റ് യു ടീച്ച് ഇംഗ്ലീഷ് എന്നുള്ളത് യു ഡു നോട്ട് ടീച്ച്, ഇല്ലെങ്കിൽ യു ഡോണ്ട് ടീച്ച് നെഗറ്റീവ് ആക്കി. നെഗറ്റീവ് ആക്കിയത് കൂടാതെ ഈ ഡൂവിനെ ആദ്യം എടുത്തിട്ടപ്പോ എന്തായി? ചോദ്യമായി. നീ ഇംഗ്ലീഷ് ഡു യു ടീച്ച് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഡു യു ടീച്ച്. നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ചോദ്യം. അപ്പൊ നീ കണക്ക് പഠിപ്പിക്കുന്നില്ലേ? ചോദിക്ക്, പെട്ടെന്ന് ചോദിക്ക്. ഡു യു teach maths? ഡു യു ടീച്ച്? നീ ചപ്പാത്തി കഴിക്കുന്നില്ലേ? ചോദ്യം. ആ ഡു ആദ്യം എടുത്തിട്ടപ്പോഴത്തേക്ക് ചോദ്യമായി. ഡു യു ഈറ്റ് ആണോ ഈസ് ആണോ? ഈറ്റ് ചപ്പാത്തി. നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഒരുപാട് സമയമായാ? ഡു യു പെട്ടെന്ന് പറ, സമയം പോകും. ഡു യു ഈറ്റ്? അപ്പൊ ഈ ഡൂവിനെ എടുത്തിട്ട് അപ്പൊ ക്വസ്റ്റ്യൻ ആയില്ലേ? നീ സിനിമയ്ക്ക് പോകുന്നില്ലേ? ഡു യു ഗോ ടു ഫിലിം? അപ്പൊ ഡു വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം എടുത്തിട്ടപ്പോ എന്തായി? ക്വസ്റ്റ്യൻ ആയി. എന്നാ നോക്ക്. ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അവിടെ ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? നെഗറ്റീവ് ആക്കാൻ പഠിച്ചു, ഇനി സംശയമില്ലല്ലോ. ഇനി ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്താ നമുക്കറിയാം. ടീച്ചേഴ്സിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നത്? ആ ഡസിനെ നമ്മൾ ആദ്യം അങ്ങ് എടുത്തിട്ടു. ഡസ്, പിന്നെ അത് അതുപോലെ തന്നെ എഴുതി. ഡസ് ഹി എന്നുള്ളത് ഇവിടെ ക്യാപിറ്റൽ ആയിരുന്നു, ഇവിടെ സ്മോൾ ആയി. ഡസ് ഹി ടീച്ച്
ഡസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് വേണോ? ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ മാർക്ക്. അവന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഇനി ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. പറ, വേഗം പറ. ടീച്ചേഴ്സ് ഒളിഞ്ഞിരിക്കുന്ന എന്താ സംഭവം? ഡസ്. ഡു ആണോ? ടീച്ചേഴ്സ്. ഡസ് കഴിഞ്ഞിട്ട് ആരാ? ഷീ ആണോ? ഷീ അല്ലേ? ഡസ് ഷീ ടീച്ചേഴ്സ് ആണോ? ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടീച്ച്. ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് അവര് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ദേ ആണ്. അപ്പൊ ഇതിനകത്ത് ഒളിഞ്ഞിട്ട് ടീച്ചാണ്. ടീച്ചർ ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഡു ആണ് അല്ലേ? ഡു ദേ ടീച്ച് ഇംഗ്ലീഷ് അല്ലേ? മനസ്സിലായോ? അപ്പൊ ഡു ചേർത്തിട്ട് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സംഭവം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു സെന്റൻസ് പറയാൻ പഠിച്ചു. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. പിന്നെ നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. പിന്നെയോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. പിന്നെ അത് വെച്ചിട്ട് തന്നെ ചോദിക്കും, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുന്നേ? ഡു ഐ ടീച്ച്? ഡസ് ആണോ? ഐ എന്ന് പറയുമ്പോൾ ഡു അല്ലേ വരുള്ളൂ. ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഡു വി ടീച്ച് ഇംഗ്ലീഷ് അല്ലേ? യു ടീച്ച് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കണം? ഇതിനകത്ത് ടീച്ചിനകത്തുള്ളത് ഒളിഞ്ഞിരിക്കുന്ന സംഭവത്തിന് നമ്മൾ എടുക്കുക. എന്താ? ഡു അല്ലേ? ഡു യു ടീച്ച് ഇംഗ്ലീഷ് അല്ലേ? ഹി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഹിസ് ടീച്ചേഴ്സ്. ഹി വന്നുകൊണ്ട് ടീച്ചേഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കണം. ഡസ് ഹി ടീച്ച് ഇംഗ്ലീഷ്? ഷീ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്? എന്താ? ദേ ടീച്ച് ഇംഗ്ലീഷ്. ഡു ദേ ടീച്ച് ഇംഗ്ലീഷ്? മനസ്സിലായോ? വായിക്കട്ടെ. ഡു ഡസ് മനസ്സിലായോ? ഇവിടെ നോക്ക്. ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്? അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? ഡൂവിന്റെ നെഗറ്റീവ് നമ്മൾ നേരത്തെ എന്തായിരുന്നു ഉപയോഗിച്ചേ? നേരത്തെ നെഗറ്റീവ് സെന്റൻസ് നമ്മൾ പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കല്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഐ ഈറ്റ് ദോശ എന്ന് പറഞ്ഞാൽ എന്താ? ഞാന് ദോശ തിന്നുന്നു. ഇത് മൂന്നും നിങ്ങൾ പറയണം. ഐ ഈറ്റ് ദോശ. ഞാൻ ദോശ തിന്നുന്നു. ഐ ഈറ്റ് ദോശ. അത് പോസിറ്റീവായിട്ടുള്ള സാധനം. തിന്നുന്നു, ചെയ്യുന്നു അല്ലെ? അതിന്റെ നെഗറ്റീവ് പറയൂ. ഞാൻ ദോശ തിന്നുന്നില്ല. അവിടെ എന്താ? ഈറ്റ് അല്ലേ? ഈറ്റിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്താ? ഡു അല്ലേ? അപ്പൊ ദോശ തിന്നുന്നില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് ഈറ്റ് ദോശ. ഐ ഡോണ്ട് ഈറ്റ് ദോശ. ഞാൻ ദോശ തിന്നുന്നില്ല. ഇല്ല, തിന്നാറില്ല. ഐ ഡോണ്ട് ഈറ്റ് ദോശ. ഐ ഡോണ്ട് ഈറ്റ് ദോശ. ഞാൻ തിന്നുന്നില്ല, ഇല്ലെങ്കിൽ തിന്നാറില്ല. ദോശ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഐ ഡോണ്ട് ഈറ്റ് ദോശ. ഞാൻ ചപ്പാത്തി തിന്നാറില്ല. ഞാൻ ബിരിയാണി കഴിക്കാറില്ല. ഐ ഡോണ്ട് ഈറ്റ് ബിരിയാണി. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓരോന്ന് പറയാനാണ് ഇങ്ങനെ പറയുന്നത്. ഇടൂ കൂട്ടിയിട്ട് പറയുന്നത്. ഇനി ഇത് നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കണം. ഐ ഈറ്റ് ദോശ. ഞാൻ ദോശ തിന്നുന്നോ? എന്നോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാലും നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ ദോശ തിന്നുന്നോ? തിന്നുന്നോ? അല്ലെ തിന്നുവോ? ഡു ഐ ഈറ്റ് ദോശ. ചോദ്യം ചോദിച്ചു.
അല്ലേ? വി ഞങ്ങൾ ദോശ തിന്നുന്നു. വി ഈറ്റ് ആണോ ഈറ്റ്സ് ആണോ? ഈറ്റ് ദോശ. നെഗറ്റീവ് പറയൂ. വി Don't eat dosha. വി ഡോണ്ട് Eat dosha. ഈറ്റ് Dosha. ദോശ അല്ലേ? വി ഡോണ്ട് ഈറ്റ് ദോശ. ഇനി ക്വസ്റ്റ്യൻ, വി ഡോണ്ട് ഈറ്റ് ദോശ. വി ഈറ്റ് ദോശ എന്നുള്ള ചോദ്യം Do പറയൂ. we ഡു വി eat dosha? നമ്മൾ ദോശ തിന്നുവാണോ? Do we eat dosha? ഡു വി Eat dosha. നമ്മൾ ദോശ തിന്നുവാണോ? ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ദോശ തിന്നാലോ? ഡു വി ഈറ്റ് ദോശ? ഡു വി Eat dosha. ഈറ്റ് Dosha. ദോശ. ചോദ്യം ചോദിച്ചില്ലേ? നീ ദോശ തിന്നുന്നു. വേഗം പറ. You eat dosha. യു Eat dosha. ഈറ്റ് Dosha. ദോശ. നെഗറ്റീവ് പറയൂ. We എല്ലാം എഴുതുന്നല്ലോ. നെഗറ്റീവ് പറയൂ. you ആ don't eat യു ഡോണ്ട് ദോശ. dosha. ഡസ് നോട്ട് ആണോ? Don't ഡോണ്ട് യു ഡോണ്ട് eat ഈറ്റ് ദോശ. നിങ്ങൾ ദോശ തിന്നുന്നില്ലേ? ഹോട്ടലിൽ കയറിയിട്ട് എല്ലാവരും നമ്മൾ കഴിക്കാൻ തുടങ്ങി. നിങ്ങൾ ദോശ കഴിക്കുന്നില്ലേ? Do you eat? ഏ? Do you eat ദോശ? നിങ്ങൾ കഴിക്കുമല്ലേ? ഡു യു eat ഡു യു ഈറ്റ് ദോശ കഴിക്കുന്നില്ലേ? കഴിക്കല്ലേ? ദോശ കഴിക്കില്ലേ? ഡു യു ഈറ്റ് ദോശ. അടുത്തത്, അവൻ ദോശ തിന്നുന്നു. He eats ദോശ. He eats dosha. ഈ Eats ഈറ്റ് ആണോ ഈറ്റ്സ് ആണോ? ഈറ്റ്സ് ദോശ. നെഗറ്റീവ്, he does not ഹി ഡസ് നോട്ട്. വെരി ഗുഡ്. ഹി ഡസ് നോട്ട് eat dosha. ഈറ്റ് Dosha. ക്വസ്റ്റ്യൻ, Does we Does he does we ആണോ? he ഡസ് വി വരില്ല. വി എന്ന് പറഞ്ഞാൽ ഡസ് വരുമോ? ഈ എന്ന് പറഞ്ഞാൽ കുറെ പേരായി. ഓക്കെ, ഡസ് ഹി eat dosha. dosha. അവൻ ദോശ തിന്നില്ലേ? എങ്ങനെ എങ്ങനെ ചോദിക്കും? Does he eat ഡസ് dosha? ഹി Eat ദോശ. ഈറ്റ് ദോശ. Dosha. അല്ലേ? അവള് ദോശ തിന്നില്ലേ? She eats dosha. Huh? She eats അവള് dosha. ദോശ തിന്നുന്നു. അവള് ദോശ തിന്നുന്നില്ല. ബബുല് പറയോ? അവള് ദോശ തിന്നുന്നില്ല. She Hmm. she does not ഡസ് നോട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഡസ് നോട്ട്. ഡസിന്റെ ഈറ്റ് ദോശ. dosha. ക്വസ്റ്റ്യൻ അനന്തോ. Does she eat ദോശ? ഡസ് ഡു ആണോ ഡസ് ആണോ? ഡസ് ഈറ്റ് ദോശ ദോശ. അല്ലേ? പിന്നെ ദേ കൂട്ടിട്ട് പറയാം. ദേ കൂട്ടിട്ട് They eat അവര് ദോശ തിന്നുന്നു. They eat ദോശ. They eat dosha. ദോശ. ദേ ഈറ്റ്സ് അല്ലേ? Eats dosha. ദേ ഈറ്റ്സ് അല്ലേ? Eat it. ദേ ഈറ്റ് ദോശ. നെഗറ്റീവ്, They don't eat dosha. ദേ Don't eat ഡസിന്റെ അല്ലേ? ദേ ഡോണ്ട് ഈറ്റ് dosha. ദോശ. പിന്നെ ക്വസ്റ്റ്യൻ, Do they eat ദോശ? Do Do they they Ah. eat dosha? They eat dosha. Do they eat dosha? ഓക്കെ, അത് സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെ ചോദിക്കുന്നേ? ഐ ഈറ്റ് ദോശ നമ്മൾ പഠിച്ചു അല്ലേ? ഞാൻ ദോശ തിന്നുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഞാൻ ദോശ തിന്നുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഞാൻ ദോശ തിന്നുന്നില്ലേ? ഇല്ല തിന്നുവല്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു. അതിന് പകരം ഞാൻ എന്താ തിന്നുന്നേ, ഇല്ല നീ എന്താ തിന്നുന്നതെന്ന് ചോദിക്കത്തില്ലേ? എന്താണ് തിന്നുന്നത്? ഇപ്പൊ നമ്മള് നീ ദോശ തിന്നുന്നില്ലേ? അപ്പൊ യെസ് ഇല്ല ഓക്കെ നോ എന്നല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞേ. നീ കളിക്കുവല്ലേ? നീ പഠിക്കുവല്ലേ? പഠിക്കുന്നില്ലേ? അപ്പൊ യെസോ നോയോ ഉത്തരം പറഞ്ഞാൽ മതി അല്ലേ? ചോദ്യം മനസ്സിലായിരുന്നു നേരത്തെ? ഐ ഈറ്റ് ദോശ. ഞാൻ ദോശ തിന്നുന്നു. അപ്പൊ നമ്മൾ എന്താ തിന്നുന്നത് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം? തിന്നുന്നില്ലേ എന്നല്ലേ നമ്മൾ നേരത്തെ ചോദിച്ചേ. പക്ഷെ അതിന് പകരം നീ എന്താ തിന്നുന്നതെന്ന് ചോദിക്കണമെങ്കിലോ അവിടെയാണ് നമുക്ക് എന്താ എന്നുള്ള ഒരു വാക്ക് വേണ്ടത്. എന്താന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് അല്ലേ? എന്താന്നുള്ള ചോദിക്കുന്നത് വാട്ട് അല്ലേ? എന്ത് എന്ത് എന്ത്. ഈ ഡബ്ല്യു വെച്ച് കൂട്ടിയിട്ട് കുറെ ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാല് എന്ത്, എന്താ തിന്നുന്നത്. അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ നീ എന്താ തിന്നുന്നത് അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ഡൂവിന് പകരം, നേരത്തെ ഡൂ ഇട്ടല്ല നമ്മൾ ചോദിച്ചേ. നേരത്തെ എങ്ങനെ നമ്മൾ ചോദിച്ചേ? ഡു ഐ ഈറ്റ് ദോശ. ഞാൻ ദോശ തിന്നുന്നില്ലേ? ദോശ തിന്നല്ലേ? ഡു ഐ ഈറ്റ് ദോശ അങ്ങനെ ചോദിച്ചില്ലേ? അതിന് പകരം നീ എന്താ തിന്നുന്നതെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഡൂവിന് പകരം ആദ്യം ഈ ചോദ്യത്തിന്റെ വാക്ക് എന്ത് എന്നുള്ളത് വാക്ക് ആദ്യം എന്താ? വാട്ട്. എന്ത് എന്താ തിന്നുന്നേ അല്ലേ? വാട്ട്. ഇതിനകത്ത് ഒളിഞ്ഞ് ഈറ്റ് എന്നുള്ളതിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നേ? നേരത്തെ നമ്മൾ പറഞ്ഞു വാട്ട് കഴിഞ്ഞിട്ട് ആ ഡൂവിനെ അങ്ങ് എടുത്തിട്ടു. വാട്ട് ഡു.
വാട്ട് ഡു ആരെ ആരെ വാട്ട് ഡു ഇവിടെ അയ്യാണ് നമ്മൾ